സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ഏറെ ദൂരെ അലഞ്ഞു ഞാൻ നിന്റെ സന്നിധി വിട്ടകന്നപ്പോ, പേരു ചൊല്ലി വിളിച്ചു നീ എന്നെ ഓടി വന്നു പുണർന്നല്ലോ. ഏറെ ദൂരെ അലഞ്ഞു ഞാൻ നിന്റെ സന്നിധി വിട്ടകന്നപ്പോ, ചൊല്ലി വിളിച്ചു നീ എന്നെ ഓടി വന്നു പുണർന്നല്ലോ. യേശുവേ നിന്റെ സ്നേഹം മാത്രം എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. അപ്പനുമെൻ്റെ അമ്മയും നീ, ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. അപ്പനുമെൻ്റെ അമ്മയും നീ, ജ്യേഷ്ഠാനുജനും നീ തന്നെ, വിശ്വസ്തനായ ചങ്ങാതി നീ, ഭാരം താങ്ങുന്ന സ്നേഹിതൻ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ മൃത്യുവിങ്കൽ വലഞ്ഞപ്പോ, ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ നിന്റെ ജീവൻ നൽകി എനിക്കായി. ശത്രുവിൻ്റെ വലയിൽ വീണു ഞാൻ മൃത്യുവിങ്കൽ വലഞ്ഞപ്പോ, ക്രൂശിൽ തൂങ്ങി മരിച്ചു നീ നിന്റെ ജീവൻ നൽകി എനിക്കായി. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ. യേശുവേ നിന്റെ സ്നേഹം മാത്രമേ എൻ്റെ മാനസം തേടാവൂ. യേശുവേ നിന്റെ രൂപം മാത്രമേ എൻ്റെ കണ്ണുകൾ കാണാവൂ.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ധൂളിയെ ആർക്ക് എണ്ണാം? ഇസ്രായേലിന്റെ കാലംശത്തെ ആർക്ക് ഗണിക്കാം? ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ആകട്ടെ. ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം ഒരു ഭക്തൻ്റേതുപോലെ ആകട്ടെ. നല്ല പ്രാർത്ഥനയാണ്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത്. ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം അവൻ്റേതുപോലെ ഒരു ഭക്തൻ്റേതുപോലെ ആകട്ടെ. എത്ര ശ്രേഷ്ഠമായ ഒരാഗ്രഹമാണത്. ഒരു പീസ്ഫുൾ ഡിപ്പാർച്ചർ, സമാധാനപൂർണമായൊരു അന്ത്യം നല്ല ആഗ്രഹമാണ്. നാം എല്ലാം ആഗ്രഹിക്കേണ്ടതാണ്. അല്ല, നാം ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോൾ കടന്നുപോയാലും ഒരു ഭക്തൻ മരിക്കും പോലെ മരിക്കണം. എങ്ങനെ കടന്നുപോയാലും, ആക്സിഡൻ്റ് ആകട്ടെ, പ്രായാധിക്യത്തിലെത്തിയാകട്ടെ, രോഗം വന്നാകട്ടെ, എങ്ങനെ കടന്നുപോയാലും ഒരു ഭക്തൻ മരിക്കും പോലെ എനിക്ക് മരിക്കണം. ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം ഒരു ഭക്തൻ്റേതുപോലെ ആകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രാർത്ഥിച്ച ആൾ ബിലയാം എന്ന പ്രവാചകനാണ്. ദൈവത്തിൻ്റെ വചനം കിട്ടിയൊരു പ്രവാചകനാണ്. ആ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് നല്ല പ്രാർത്ഥനയാണ്. നമുക്കെല്ലാം ഉണ്ട് നല്ല നല്ല പ്രാർത്ഥനകൾ. പക്ഷേ ഈ പ്രാർത്ഥന ഫലിച്ചോ? ബിലയാമിൻ്റെ ഈ പ്രാർത്ഥന സാധിച്ചോ? സംഖ്യാപുസ്തകം 31-ാം അധ്യായം നമുക്കൊന്നെടുക്കാം. 31-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആദ്യം, നിഹിതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാരായ ഏവി, രേക്കെം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബെയോരിന്റെ മകനായ ബിലയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. ബെയോരിന്റെ മകനായ ബിലയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. ഭക്തൻ മരിക്കും പോലെ മരിക്കാൻ കഴിഞ്ഞില്ല. നിഹതന്മാരുടെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ ശത്രുക്കൾ, ദൈവജനത്തിൻ്റെ എതിരാളികൾ മരിക്കുന്ന കൂട്ടത്തിൽ ബിലയാം മരിക്കേണ്ടി വന്നു. ദൈവജനത്തിനെതിരായി നിൽക്കുന്നവർ മരിക്കുന്ന കൂട്ടത്തിൽ ബിലയാം മരിക്കേണ്ടി വന്നു. തുടർന്ന് വായിക്കുമ്പോൾ കാണാം. 31-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവരത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധ ഉണ്ടാകുവാനും ഹേതുവായത്. ദൈവത്തിൻ്റെ വഴികൾക്ക് എതിരായി നിന്നു ഈ പ്രവാചകൻ. ദൈവം മുന്നറിയിപ്പ് കൊടുത്തതാണ്, നിൻ്റെ വഴി നാശകരം, നിനക്കെതിരായി ഞാൻ പ്രതിയോഗിയായി പുറപ്പെട്ടു വന്നിരിക്കുന്നു. ദൈവദൂതൻ വാളൂരി പിടിച്ചുകൊണ്ട് ബിലയാമിനെതിരെ നിന്നതാണ്. ബിലയാം നല്ലതുപോലെ ആഗ്രഹിച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചതുമാണ്. ഭക്തൻ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എനിക്ക് പാപം വരരുതേ, എനിക്ക് അനർത്ഥം സംഭവിക്കരുതേ, എനിക്ക് ഒരു തെറ്റ് വരാൻ ഇട വരാതെ കർത്താവേ നീ കാക്കണമേ. നല്ല നല്ല പ്രാർത്ഥനയല്ലേ? നമ്മിൽ പലരും അങ്ങനെയാണ്. എൻ്റെ കർത്താവേ കൃപ തരണേ, ഞാൻ എനിക്ക് തെറ്റ് വരാതിരിക്കാൻ കൃപ തരണേ, ഇനി അശുദ്ധിയിൽ വീഴാതിരിക്കാൻ കൃപ തരണേ, ഒരു വ്യാജം വരാതിരിക്കാൻ കൃപ തരണേ, പൈസയിൽ ഒരു ക്രമക്കേട് വരാതിരിക്കാൻ കൃപ തരണേ, കർത്താവേ ഒരു പാവം വരാതിരിക്കാൻ നീ എന്നെ സൂക്ഷിക്കണേ. പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥന ഫലപ്പെടുന്നില്ല. അതെന്താണത്? ദൈവം ചുണ്ടിലെ വാക്കുകളെയല്ല നോക്കുന്നത്, ദൈവം ഹൃദയത്തിൻ്റെ ഭാവത്തെയാണ് ദൈവം നോക്കുന്നത്. ഹൃദയത്തിൻ്റെ ഭാവം, മനസ്സിൻ്റെ ഉള്ളറകളിൽ ഒതുങ്ങിക്കിടക്കുന്നതായ ഭാവത്തെ ദൈവം കാണുന്നു. നമ്മുടെ മനോഭാവത്തെ ദൈവം കാണുന്നു. പുറമേ എനിക്ക് ഭക്തൻ മരിക്കും പോലെ മരിക്കണമെന്ന് പറയുമ്പോഴും പാപം വിടാൻ സമ്മതമല്ല, സ്വാർത്ഥ ലാഭം വിടാൻ സമ്മതമല്ല, സ്വന്തം താല്പര്യം വിടാൻ സമ്മതമല്ല. അവനവൻ്റെ സ്വന്തം ഹൃദയത്തിൽ അമർന്നൊതുങ്ങിക്കിടക്കുന്ന പാപപ്രവണതകളെ കൈവടിയാൻ മനസ്സല്ല. അനേകരിങ്ങനെയാണ്. എനിക്ക് പാപം വരാതിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, എനിക്ക് പാപം വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം, എനിക്കൊരു തെറ്റ് പറ്റരുതെന്നാണ് എൻ്റെ ആഗ്രഹം, മനസ്സറിഞ്ഞൊരു തെറ്റ് പറ്റരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്ന അനേകം ആളുകൾ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടാകും. എന്നാൽ സഹോദരങ്ങളെ, നിങ്ങൾ പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ ഒതുങ്ങിക്കിടക്കുന്നതായ ആഗ്രഹം പാപത്തെ വിടുവാൻ മനസ്സല്ല, നിങ്ങളുടെ സ്വന്തം താല്പര്യത്തെ വിടാൻ മനസ്സല്ല, സ്വാർത്ഥ ലാഭത്തെ വിടാൻ മനസ്സല്ല, സ്വയത്തെ വിടാൻ മനസ്സല്ല. അയ്യോ എനിക്ക് സ്വയമുണ്ട് കർത്താവേ, എന്നെ സ്വയം മാറ്റി തരണമേ. അയ്യോ എനിക്ക് ജഡമോഹമുണ്ട്, ജഡമോഹത്തെ മാറ്റി തരണമേ. കർത്താവേ ലോകസ്നേഹമുണ്ട്, ലോകസ്നേഹം മാറ്റി തരണമേ. കർത്താവേ എനിക്ക് സ്ഥാനമോഹമുണ്ട്, സ്ഥാനമോഹം മാറ്റി തരണേ. ഇങ്ങനെയെല്ലാം പ്രാർത്ഥിക്കും. എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല? എന്തുകൊണ്ട് ഈ പാപം മാറുന്നില്ല? ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ, മനസ്സിൻ്റെ അകത്തളങ്ങളിൽ
ഒതുങ്ങിക്കിടക്കുന്നതായ സ്വാർത്ഥതയുണ്ട്, അകത്ത് വിട്ടുകളയാൻ മനസ്സില്ലാത്ത ചില പാപപ്രവണതകളുണ്ട്. അതുകൊണ്ടാണ് മാറാത്തത്. ബലയാം പ്രാർത്ഥിക്കുന്നു, ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം ഒരു ഭക്തൻ്റെ ഇതുപോലെ ആകട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ ബലയാമിന് ആഗ്രഹം സാധിച്ചില്ലല്ലോ. എന്താണ് കാരണം? ബലയാം ഇസ്രായേലിൻ്റെ ജനത്തെ ശപിക്കാനാണ് വന്നത്, പക്ഷേ ശപിച്ചില്ല. എന്തൊരത്ഭുതം! കാരണം ദൈവം ആ നാവിൽ വരച്ചു കൊടുത്തതല്ലേ പറയാൻ പറ്റൂ. ബലയാം സ്വന്തം നാവ് കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. ദൈവം ശപിക്കാത്തവന് ഞാനെങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവന് ഞാനെങ്ങനെ പ്രാകും? ഇതാണ് ബലയാം പറഞ്ഞത്. ദൈവം ശപിക്കുന്നില്ല, പിന്നെ ഞാനെങ്ങനെ ശപിക്കും? ദൈവം പ്രാകുന്നില്ല, പിന്നെ ഞാനെങ്ങനെ പ്രാകും? ബലയാം പറഞ്ഞത് അങ്ങനെയാണ്. ബലയാം അവസാനം പറഞ്ഞു, ഇസ്രായേലേ നിൻ്റെ കൂടാരങ്ങൾ എത്ര മഹോന്നതം. നമുക്ക് വായിക്കാം. ബലയാം പറയുന്നത് 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇസ്രായേലിനെ അനുഗ്രഹിച്ച് പറയുകയാണ്. 5-ാം വാക്യം മുതൽ 24-ാം അധ്യായം 5-ാം വാക്യം മുതൽ പറയുകയാണ്. ഇസ്രായേലിനെ അനുഗ്രഹിക്കുകയാണ്. കാരണം ബലയാമിന് മനസ്സിലായി, ദൈവം അനുഗ്രഹിക്കുന്നതിന് അനുഗ്രഹിച്ചാൽ എനിക്ക് അനുഗ്രഹം കിട്ടുമെന്ന് മനസ്സിലായി. ബലയാം ബുദ്ധിശാലിയാണ്. ദൈവം ശപിക്കുന്നതിനെ ശപിച്ചാൽ എനിക്ക് ദോഷം വരുമെന്ന് മനസ്സിലായി. ദൈവം അനുഗ്രഹിക്കുന്നതിന് അനുഗ്രഹിച്ചാൽ എനിക്ക് അനുഗ്രഹമാണെന്ന് ബലയാമിന് മനസ്സിലായി. ബലയാം അനുഗ്രഹിക്കാൻ തുടങ്ങി. എങ്ങനെ? യാക്കോവേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. നിന്റെ കൂടാരങ്ങൾ എത്ര മനോഹരം, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു. വിശാലമായ താഴ്വരകൾ, മനോഹരമായ പുൽമേടുകൾ പരന്നിരിക്കുന്നു. നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, ഇസ്രായേൽ നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ പുഷ്പ നിർഭരമായി പ്രശോഭിതമായി കാണുന്നു. നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ. നല്ല വാചാലനായി തീരുകയാണ്. അനുഗ്രഹം വാചാലതയോടെ പറയുകയാണ്. യഹോവ നട്ടിരിക്കുന്ന ചന്ദനവൃക്ഷങ്ങൾ പോലെ, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ. ജലത്തിന് സമീപയുള്ള ദേവദാരു വൃക്ഷങ്ങൾ പോലെ മനോഹരമായിരിക്കും ഇസ്രായേല്. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഗ്രഹത്തിന് നീർച്ചാലുകൾ അവന്റെ തൊട്ടികളിൽ നിന്ന് പുറപ്പെടുന്നു. അവന്റെ വിത്തിന് വെള്ളം ധാരാളം വെള്ളം ലഭിക്കുന്നു. മരുഭൂമിയിൽ ധാരാളം വെള്ളം ഉണ്ടാകുന്നു. അവർക്ക് ധാരാളം അനുഗ്രഹം കിട്ടുന്നു. അവന്റെ അരജൻ ആഗാഗിലും ശ്രേഷ്ഠൻ. രാജാവ് അമാലേക്ക് രാജാവായി ആഗാഗിലും ശ്രേഷ്ഠനാണ്. അവന്റെ രാജ്യത്വം ഉന്നതം തന്നെ. ഇസ്രായേലിന്റെ രാജ്യത്വം ഉന്നതം തന്നെ. ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. ദൈവമാണ് അവരെ മിസ്രയീമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത്. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ട്. ശത്രുജാതികളെ അവൻ തിന്നുകളയുന്നു. എല്ലാം തിന്നുകളയത്തക്കുള്ള ബലമുണ്ട് ഇസ്രായേലിന്. അവരുടെ അസ്ഥികളെ അവൻ തകർക്കുന്നു. അസ്ഥികളെ തകർക്കാനുള്ള ഭുജവീര്യമുണ്ട് ഇസ്രായേലിന്. അസ്ത്രമെയ്ത് അവരെ തുളയ്ക്കുന്നു. തുളച്ച് അവരെ നശിപ്പിക്കത്തക്കവണ്ണം ഇസ്രായേലിന് ഭുജവീര്യമുണ്ട്. അവൻ സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നു. സിംഹം പോലെ പതുങ്ങിക്കിടക്കുന്നവനാണ്. ഒരു സിംഹി കണക്കെ തന്നെ ആർ അവനെ ഉണർത്തും. പതുങ്ങിക്കിടക്കുന്നു, അവനെ ഉണർത്താൻ ആർക്ക് സാധിക്കുകയില്ല. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരെ, അങ്ങ് വാരിക്കോരി അനുഗ്രഹം ചൊരിയുകയാണ്. ഇസ്രായേലിൻ്റെ മേലെ അനുഗ്രഹം ചൊരിയുകയാണ്. ഓരോ വാക്കും അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ്. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത്, ദൈവജനത്തെ അനുഗ്രഹിക്കുന്നത് ഒരു ഭാഗ്യമാണ് എന്ന് കരുതിക്കൊണ്ട് അതെനിക്ക് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബലയാം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. പിന്നെ എന്താണ് ബലയാമിന് ഭക്തൻ മരിക്കും പോലെ മരിക്കാൻ സാധിക്കാതെ പോയത്? അതിന് കാരണം 25-ാം അധ്യായം 1-ാം വാക്യം വായിക്കണം. ബലയാമിന് മനസ്സിലായി, ഈ ജനത്തെ എനിക്ക് അനുഗ്രഹിക്കാനേ പറ്റുകയുള്ളൂ, എനിക്ക് ശപിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഈ ജനത്തെ നശിപ്പിച്ചാലേ എനിക്ക് ബാലാക്കിൽ നിന്ന് സമ്മാനം കിട്ടുകയുള്ളൂ. എനിക്ക് സമ്മാനം വേണമല്ലോ, എനിക്ക് സംഭാവന വേണമല്ലോ, സംഭാവന പിരിക്കണമല്ലോ, കിട്ടുന്നിടത്തോളം പൈസ നേടിച്ചെടുക്കണമല്ലോ. അതിനെന്താ പോംവഴി? ഈ ജനം നശിക്കണം, ഇസ്രായേൽ നശിക്കണം. ബാലാക്കിൻ്റെ ആഗ്രഹം അതാണല്ലോ. ഇസ്രായേൽ ഇങ്ങനെ പരന്ന് വിശാലതയിൽ വ്യാപിച്ചു കിടക്കുന്ന ബഹുജനങ്ങൾ അവരെല്ലാം ഒന്നൊഴിയാതെ നശിച്ചു പോകണം. അതിനുള്ള വഴി എന്താണ്? ബലയാമിന് മനസ്സിലായി. ദൈവത്തിൻ്റെ പ്രവചനം കൊണ്ട് തന്നെ മനസ്സിലായി. എന്ത് മനസ്സിലായി? തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളോട് ഇടകലരാത്തവർ. ജാതികളോട് ഇടകലരാത്തവർ, നാം ഇതിനു മുമ്പ് അത് വായിച്ചതാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളോട് ഇടകലരാത്തവർ. ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷണവിധി ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. നല്ലപോലെ കാര്യം മനസ്സിലായി. ഇനി എങ്ങനെ ഇവരെ നശിപ്പിക്കാം? ഇവരെ നശിപ്പിക്കാം. ഇവരെ കൊണ്ട് പാപം ചെയ്യിച്ചാൽ മതി. ഇവരെ കൊണ്ട് പാപം ചെയ്യിച്ചാൽ മതി. മോവാബ്യ സ്ത്രീകളെ, പുറജാതി സ്ത്രീകളെ, ദൈവമില്ലാത്ത വംശത്തെ, ദൈവബോധമില്ലാത്തവരെ ഇസ്രായേൽ പാളയങ്ങളിലേക്ക് അയച്ചു. അത് ഉപദേശിച്ചു കൊടുത്തു. ബാലാക്കിനോട് പറഞ്ഞു, ഇവരെ നശിപ്പിക്കാൻ ഒരു പോംവഴിയുള്ളൂ.
ഈ ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ ഞാൻ ശപിക്കാൻ എനിക്ക് നിർവാഹമില്ല. ദൈവം ശപിക്കാത്തതിന് ഞാനെങ്ങനെ ശപിക്കും? ദൈവം രാഗാത്തതിന് ഞാനെങ്ങനെ രാഗം? നിർവാഹമില്ല. പക്ഷേ ഞാൻ സൂത്രം പറഞ്ഞു തരാം. ഇവരെ നശിപ്പിക്കാൻ ഒരു പോംവഴിയുള്ളൂ, ഇവരെ കൊണ്ട് പാപം ചെയ്യിക്കണം. ഇസ്രായേൽ ജനത്തെ കൊണ്ട് പാപം ചെയ്യിച്ചാൽ അവരെ നശിപ്പിക്കാം. അവരുടെ ഇടയിലേക്ക് നിങ്ങളുടെ സ്ത്രീകളെ അങ്ങ് അയച്ചേക്ക്. നിങ്ങളുടെ സ്ത്രീകൾ, മോവാബ്യ സ്ത്രീകൾ കൂട്ടമായി പോകട്ടെ. ഈ സ്ത്രീകൾ അവിടെ ചെല്ലുമ്പോൾ അവരെ ഇസ്രായേൽ പുരുഷന്മാർ അവരെ സ്വീകരിക്കും, അവരെ പാപത്തിലേക്ക് വശീകരിക്കും. അങ്ങനെ അവർ പാപം ചെയ്യുമ്പോൾ ജാതികളോട് ഇടകലരും. മോവാബ്യ സ്ത്രീകളുടെ വിഗ്രഹങ്ങളെ അവർ ആരാധിക്കാൻ തുടങ്ങും. സത്യദൈവത്തെ അവർ മറക്കും. അവർ പുറജാതി വിഗ്രഹങ്ങളെ ആരാധിക്കും. പുറജാതികളുമായി ഇടകലർന്ന് വരുമ്പോൾ, മോവാബ്യ സ്ത്രീകളുമായി ഇടകലർന്ന് അവരുമായി ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ദേവന്മാരെ സ്വീകരിക്കാൻ, അവരുടെ ആരാധനാ സമ്പ്രദായങ്ങൾ സ്വീകരിക്കാനിടയാകും. അങ്ങനെ അവരെ നശിപ്പിക്കാം. നല്ല വിദ്യ ഉപദേശിച്ചു കൊടുത്തു. 25 അധ്യായം 1 വാക്യം മുതൽ വായിക്കാം. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. ഇസ്രായേൽക്കാർ മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. പിന്നെ അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. സ്ത്രീകളെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീകൾ അവരെ ഇസ്രായേൽ പുരുഷന്മാരെ ക്ഷണിച്ചു. ഏതായാലും നമ്മൾ ബന്ധപ്പെട്ടില്ലേ, നമ്മളൊന്നായില്ലേ, ഞങ്ങളുടെ ആരാധനയ്ക്ക് വരരുതോ, ഞങ്ങളുടെ ആരാധനയിലേക്ക് കൂടരുതോ? ആരാധനയിലേക്ക് കൂടിച്ചു. എന്ത്? ആരാധനയിൽ കൂട്ടുകൂട്ടി. ആരാധന വിഗ്രഹസേവയായി. അതാണ് വായിക്കുന്നത്. അവ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. കഷ്ടം. ദൈവജനത്തിന് ദൈവം കൊടുത്ത ഒന്നാമത്തെ കൽപ്പന, നിർദൈവമായ യഹോവയല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, അന്യ ദേവന്മാരെ സേവിക്കരുത്, അന്യ ദേവന്മാരെ നമസ്കരിക്കരുത്. ഒന്നാമത്തെ കൽപ്പന അതാണ്. പുറപ്പാട് 20 അധ്യായത്തിൽ കാണാം. ഒന്നാമത്തെ കൽപ്പന, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയായി ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. നിനക്ക് അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, അന്യ ദേവന്മാരെ നമസ്കരിക്കരുത്. വ്യക്തമായ കൽപ്പന കിട്ടിയതായിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനം അതിന് വിരുദ്ധമായി അന്യദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ ചെന്നു. അന്യദേവതകൾക്ക് ബലിയർപ്പിച്ചു. അവർ വിഗ്രഹ സേവ മൂലം ലഭിക്കുന്ന ഭക്ഷ്യപാനീയങ്ങൾ അവർ ആസ്വദിച്ചു. വായിക്കുന്നത് അങ്ങനെയാണ്. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ആ സ്ത്രീകൾ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഈ പുരുഷന്മാർ, ഇസ്രായേൽ പുരുഷന്മാരെ വിളിക്കുകയും ഇസ്രായേൽ പുരുഷന്മാരെ ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. 3-ാം വാക്യം. ഇസ്രായേൽ ബാൽപെയോരിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. വിഗ്രഹങ്ങളോട് ചേർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പല പല കാര്യങ്ങൾ പറയാൻ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ദൈവമക്കൾ വിവാഹം ആലോചിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. ദൈവമക്കൾ വിവാഹം കഴിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. താൽക്കാലികമായ ഇൻഫാച്വേഷനെന്നോ പ്രണയമെന്നോ പ്രേമെന്നൊക്കെ പറഞ്ഞോളൂ. എന്തൊക്കെ പറഞ്ഞാണെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അനർത്ഥം പതിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിട്ടു പോകാനിട വരാതെ നോക്കിയാൽ നല്ലത്. കുഞ്ഞുങ്ങളെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ദൈവത്തെ വിട്ടു പോകാതിരുന്നാൽ നല്ലത്. വന്നു പോയാലോ ദൈവകോപം ജ്വലിക്കും. ദൈവകോപം ജ്വലിക്കും. ദൈവകോപം നിങ്ങളുടെ മേൽ ജ്വലിക്കാതിരിക്കാൻ നോക്കിക്കൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹീറോ വർഷിപ്പ് ഉണ്ടാകരുത്, വീരാരാധന ഉണ്ടാകരുത്. ആരാധിക്കാൻ യോഗ്യനായി ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. ആരാധനയ്ക്ക് യോഗ്യനായവൻ ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. ക്രിസ്തുവിനെ ആരാധിക്കൂ, ക്രിസ്തുവിനെ വണങ്ങൂ, ക്രിസ്തുവിനെ നമസ്കരിക്കൂ, ക്രിസ്തുവിനെ ആരാധിച്ച് ക്രിസ്തുവിൻ്റെ കൃപ പ്രാപിക്കൂ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിന് നേരെ ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. ദൈവകൃപ മാറിപ്പോയി. ദൈവകൃപ അവരിൽ നിന്ന് മാറിപ്പോയി. അവർ നശിക്കാൻ തുടങ്ങി. അവർക്ക് പാപം വന്നു, അവർ നശിക്കാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പെർഗമോസ് സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയുവാനുണ്ട്. സഭയോട് പറയുകയാണ്, നിന്നെക്കുറിച്ചൊരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും നടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബെലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ബെലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ബെലയാമിൻ്റെ ഉപദേശം, ബെലയാമിൻ്റെ വഴി, ബെലയാമിൻ്റെ ഉപദേശം, ബെലയാമിൻ്റെ പാപം, ബെലയാമിൻ്റെ വഴി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ദൈവത്തിന് ഹിതത്തിന് വിരുദ്ധമായി പോകുന്ന വഴി.
സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, സമ്മാനങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് വിരുദ്ധമായി പോകുന്ന വഴി ബലയാമിൻ്റെ വഴി. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി ദൈവത്തെ അല്ലാതെ ദൈവത്തിന് ശത്രുവായ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന കുറ്റം, പാപം. ഇവിടെ നാം വായിക്കുന്നത് എന്താണ്? ഒന്നുകൂടെ വായിക്കാം. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും, അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ, ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ, അവരെ ഇടറുമാറാക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ, ബലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവിടെ ബലയാമിന്റെ ഉപദേശം, ബലയാമിന്റെ വഴി, ബലയാമിന്റെ ഉപദേശം, ബലയാമിന്റെ വഞ്ചന. യൂദാശ്ലീഹ പറയും, യൂദായുടെ ലേഖനം 11-ാം വാക്യം വായിക്കാം. യൂദായുടെ ലേഖനം 11-ാം വാക്യത്തിൽ ബലയാമിന്റെ വഞ്ചനയെക്കുറിച്ച് പറയുന്നു. വഞ്ചനയാണ്, ചതിയാണ്. ദൈവജനത്തെ നശിപ്പിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അവരെ ദുർനടപ്പിലേക്ക് നയിക്കുക, അവരെ വിഗ്രഹ സേവയിലേക്ക് നയിക്കുക. വായിക്കാം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും, കൂലി കൊതിച്ച് ബലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാർ മരിക്കും പോലെ മരിക്കാൻ കഴിഞ്ഞില്ല. പ്രാർത്ഥന നല്ലതാണ്. പരിശുദ്ധന്മാരായ പൂർവ്വപിതാക്കന്മാർക്ക് ലഭിച്ചതിന് അനുയോജ്യമായ നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. പ്രാർത്ഥന നാം കേട്ടിട്ടുണ്ട്. പരിശുദ്ധന്മാരായ ഇതിൻ്റെ വിശുദ്ധന്മാരായ പിതാക്കന്മാർക്ക് ലഭിച്ച നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. പരിശുദ്ധന്മാർക്ക് ലഭിച്ച നല്ല അവസാനം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ച് നാം കേൾക്കാറുണ്ട്. നാമും ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് ആഗ്രഹമുണ്ട്, ഭക്തന്മാർ മരിക്കുമ്പോൾ ഞാൻ മരിക്കട്ടെ, എൻ്റെ അവസാനം ഒരു ഭക്തൻ്റേതുപോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപം മാറുന്നില്ല, വഞ്ചന മാറുന്നില്ല, വിഗ്രഹാരാധന മാറുന്നില്ല, വേർപാട് പാലിക്കുന്നില്ല, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നില്ല, വചനത്തെ മുറുകെ പിടിക്കുന്നില്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തീഷ്ണതയോടെ അനുസരണം കാണിക്കുന്നില്ല, ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും വിഗ്രഹ സേവയിലേക്ക് തിരിയുകയും ചെയ്യുന്നു. ഫലമോ ദൈവകോപം ജ്വലിക്കുന്നു. സ്നേഹിതരെ, ദൈവകോപം ജ്വലിക്കുന്നു. എന്താണ് പോകാൻ വഴി? ദൈവകോപം മാറാൻ എന്താണ് പോകാൻ വഴി? ഗോകുൽത്തായിലേക്ക് നോക്കാം, കാൽവറി ക്രൂസിലേക്ക് നോക്കാം. ദൈവകോപത്തിൻ്റെ തീയിൽ വെന്ത് വേദനിച്ച് പിടയുന്ന ക്രിസ്തുവിനെ നാം കാണുന്നു. നാം ദൈവകോപത്തിനിരയായപ്പോൾ നാം ഏൽക്കേണ്ട ശിക്ഷ ഏറ്റുകൊണ്ട് കുരിശിന്മേൽ കിടന്ന് ദൈവകോപത്തീയിൽ വെന്തെരിയുന്ന കർത്താവായ യേശു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കോപത്തീയിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ഇന്നും ജീവിക്കുന്നു പാടുന്നുണ്ട്. ദൈവത്തിൻ്റെ കോപത്തീയിൽ വെന്തെരിയുന്നു. ദൈവത്തിന് പാപിയോടുള്ളതായ കോപം, പാപി പാപം ചെയ്ത മനുഷ്യനുള്ളതായ ദൈവത്തിൻ്റെ കോപം, അത് ദൈവകോപം, അതാണ് കുരിശിൽ അനുഭവിക്കുന്ന ആ തീവ്രമായ വേദനയിൽ നാം കാണുന്നത്. പിതാവ് പുത്രനെ കൈവിട്ടു എന്ന് തോന്നുമാറ് പുത്രൻ തമ്പുരാൻ കുരിശിന്മേൽ കിടന്ന് പിടയുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ് കരയുന്നു. എന്താണത് കാരണം? ദൈവം കൈവിട്ടത്, അതിന് കാരണം എന്താണ്? പാപിയെ ദൈവത്തിന് കൈക്കൊള്ളാൻ സാധ്യമല്ല. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ട മിശിഹ കുരിശിന്മേൽ പാപം വഹിച്ച് കിടക്കുന്നു. പാപമാക്കപ്പെട്ട മിശിഹ കുരിശിന്മേൽ ദൈവകോപം അനുഭവിച്ച് കിടക്കുന്നു. പാപത്തിൻ്റെ ഫലമായ ആ യാതന കർത്താവ് കുരിശിന്മേൽ അനുഭവിച്ചുകൊണ്ട് കുരിശിന്മേൽ കിടക്കുന്നു. സ്നേഹിതരെ, നമ്മുടെ നേരെയുള്ള ദൈവകോപം ശമിപ്പിക്കുവാൻ കർത്താവായ യേശു ആ കോപത്തിന് ശിക്ഷ ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. നമ്മെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ, നമുക്ക് മോചനം തരുവാൻ യേശു ക്രിസ്തു ആ ശിക്ഷ ഏറ്റെടുത്തു. പിതാക്കന്മാർ പാടി, ദൈവത്തിന് സ്തോത്രം, നാമും ഏറ്റുപാടാറുണ്ട്, നാമും പാടി പഠിച്ചിട്ടുണ്ട്. ആ സമയം ദയനീയമായിരുന്നു എന്ന്. ക്രൂശിന്മേൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞ് കരഞ്ഞ സമയം ദയനീയമായിരുന്നു എന്ന്. യേശു മിശിഹ യെരൂശലേം വിട്ട് കുരിശിൻ ചുമന്നുകൊണ്ട് പോയതായ ആ സമയം ദയനീയമായിരുന്നു. യെരൂശലേം പുത്രിമാർ കരഞ്ഞുകൊണ്ട്, പ്രാവുകളെ പോലെ കരഞ്ഞുകൊണ്ട് യേശുവിന് പിന്നാലെ പോയ സമയം ദയനീയമായിരുന്നു എന്ന്. ആ സമയം ദയനീയമായിരുന്നു. യേശു കുടിപ്പാൻ ദാഹിച്ച് ജലം അർത്ഥിച്ച സമയം ദയനീയമായിരുന്നു എന്ന്. ശപിക്കപ്പെട്ട സമൂഹം യേശുവിന് കൈപ്പുള്ള വീഞ്ഞും കാടിയും കൊടുത്ത സമയം ദയനീയമായിരുന്നെന്ന്. ആഴങ്ങൾ സംഭ്രമിച്ചു പോയി, മഹാസമുദ്രങ്ങൾ ഭ്രമിച്ചുപോയി, ആഴികൾ അമ്പരന്നു പോയി. കാരണം എല്ലാറ്റിൻ്റെയും ഉടയവൻ, ആഴികളെയും ആഴങ്ങളെയും മെനഞ്ഞവൻ, മഹാസമുദ്രത്തിലെ ജലരാശിയെ മുഴുവൻ സൃഷ്ടിച്ചവൻ കുരിശിന്മേൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞത് കരഞ്ഞതായ സമയം ദയനീയമായിരുന്നു. എന്തുകൊണ്ട്? ദൈവകോപത്തിൽ വെന്തെരിയുകയായിരുന്നു.
യേശുവിനെ കുരിശിൽ കൊണ്ടുപോയ സമയം ദുഷ്ടന്മാരായ യഹൂദന്മാർ, ദുഷ്ടപരീക്ഷകൾ യേശുവിനെ ക്രൂശും ചുമപ്പിച്ച് ഗോകുൽത്താ കുന്നിൽ യേശു വേച്ചും വിറച്ചും വീണും എഴുന്നേറ്റും പ്രാഞ്ചി കിതച്ചും യേശു കുന്നു കയറിപ്പോയ സമയം ദയനീയമായിരുന്നു. എന്തിന്? ദൈവകോപത്തിയിൽ വെന്തിരിയുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി അവൻ ശിക്ഷയേറ്റു. ഈ കുരിശിന്മേലേക്ക് നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്കിന്ന് ശിക്ഷ ഒഴിവാക്കാം. ഈ കുരിശിൽ രക്ഷ സ്വീകരിച്ച് നിങ്ങളുടെ ലജ്ജ മാറ്റാം. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യേശുവിലേക്ക് നിങ്ങൾക്ക് നോക്കാം. സ്നേഹിതരെ, 17-ാമത്തെ വയസ്സിൽ ഈ നിസ്സാര മനുഷ്യൻ ആ കുരിശിലേക്ക് നോക്കി. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ കുരിശിലെ രക്ഷ കണ്ടു. അന്ന് എൻ്റെ ജീവിതം ഞാൻ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. അന്ന് ഞാൻ എന്നേക്കുമായി കർത്താവേ, എൻ്റെ ആയുസ് നിനക്ക് എന്ന് ഞാൻ അവിടെ ദൈവത്തോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം നിരാശയുള്ളതായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ എൻ്റെ ജീവിതം അനാഥമായിരുന്നു. എൻ്റെ ജീവിതം കഷ്ടത നിറഞ്ഞതായിരുന്നു. എൻ്റെ ജീവിതം വലഞ്ഞു പോയ ജീവിതമായിരുന്നു. ദുരിതം നിറഞ്ഞ ജീവിതമായിരുന്നു. 5 മരണം കണ്ട കുടുംബമാണ് ഈ കുടുംബം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ മരണത്തിൻ്റെ ബാധയും ശാപവും എല്ലാം മാറ്റുന്ന ക്രിസ്തുവിൻ്റെ അത്ഭുതകരം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു. ആ സ്നേഹമുള്ള കരം ഈ പാവിയായ ഈ നിസ്സാര മനുഷ്യന് തലമേൽ വെച്ചു. മകനെ, നീ ജീവിക്കുക. മകനെ, നീ സമാധാനമായിരിക്കുക. നിനക്ക് അപ്പനില്ല എന്ന് പറയുന്നല്ലോ, നിനക്ക് ഞാനുണ്ട്. നിനക്ക് ആരോരുമില്ലെന്ന് നീ പറയുന്നല്ലോ, നിനക്ക് ഞാനുണ്ട്. എൻ്റെ കർത്താവ് എനിക്ക് സമാധാനം തന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമാധാനം പ്രാപിക്കാം. ഈ നല്ല യേശുവിനെ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് പോകാം. യേശുവിനോട് ചേർന്ന് നിങ്ങൾക്ക് ജീവിക്കാം. യേശുവിൽ നിങ്ങൾക്ക് ആശ്രയിക്കാം. യേശുവിനെ നിങ്ങൾക്ക് സ്തുതിക്കാം. യേശുവിനായ ജീവിതം സമർപ്പിക്കാം. പാവമില്ലാത്ത ജീവിതം നിങ്ങൾക്ക് തുടങ്ങാം. സൗഭാഗ്യ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വരാം. യേശു രണ്ടാമത് വരുമ്പോൾ, വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറക്കാം. അതിനെ ദൈവസംഗതിയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. നിൻ്റെ പ്രിയമക്കൾ എല്ലാവരെയും തലോടണമേ. കണ്ണുനീര് തുടയ്ക്കണമേ. ദുരിതങ്ങൾ അകറ്റണമേ. ഭാരങ്ങൾ മാറ്റണമേ. രോഗങ്ങൾ സൗഖ്യമാക്കണമേ. ബാധകൾ മാറ്റണമേ. പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ. ഭൂതബാധകൾ നീക്കണമേ. കുടുംബസമാധാനം അയക്കണമേ. എൻ്റെ കർത്താവേ, പല രീതിയിൽ മനസ്സ് നൊന്തിരിക്കുന്നവർക്ക് ആശ്വാസവും ശാന്തിയും സമാധാനം നൽകണമേ. 12-ാമത്തെ വരവിന് വേണ്ടി അടിയങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.